ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ആരോഗ്യത്തെക്കുറിച്ച് സംസാരിച്ചു വരുന്ന ഈ പരമ്പരയിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വ്യായാമത്തെ കുറിച്ചാണ്. എല്ലാവർക്കും അറിയാം വ്യായാമം പ്രാധാന്യമുള്ളതാണ്. വ്യായാമം എന്നുള്ളത് യഥാർത്ഥത്തിൽ എന്താണ്? ഒരു അധ്വാനം ചെയ്യുന്ന പ്രക്രിയയാണോ വ്യായാമം? അധ്വാനിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വ്യായാമം എന്നല്ല പറയും. വ്യായാമത്തെ നമുക്ക് ഇങ്ങനെ പറയാം: എക്സസൈസ് enables life to permeate all five-dimensional flows throughout the entire entity. ചാക്രിക പ്രവർത്തനങ്ങൾ കൊണ്ട് സ്വധർമ്മങ്ങളെ സജീവമായി നിലനിർത്തുന്ന ശരീര ചലനങ്ങളാണ് വ്യായാമം. ശ്വാസ രക്തചംക്രമണങ്ങളെ ത്വരിതപ്പെടുത്തുക വഴി ഊർജോൽപാദനവും ചയാപചയവും അന്തസ്രാവവും താപവിതരണവും നാഡീവിനിമയവും പ്രതിരോധവും അവബോധ ഏകോപനവും സജീവമാക്കുക പ്രാഥമികമായി വ്യായാമധർമ്മമാണ്. മൂർത്തമായ വിതരണ സംവിധാനങ്ങൾ ഇല്ലാത്ത സന്ധികളിലും പേശികളിലും ചർമ്മത്തിലും അസ്ഥികളിലും നാഡികളിലും മറ്റുമുള്ള പോഷണ ഊർജ വിതരണങ്ങൾക്കും വ്യവസ്ഥാതലങ്ങൾക്കിടയിലെ അനൈച്ഛിക വിനിമയത്തിനും വ്യായാമം കാരണമാകും. സ്വധർമ്മങ്ങളെ, ചാക്രിക പ്രവർത്തനങ്ങൾ കൊണ്ട് സ്വധർമ്മങ്ങളെ സജീവമാക്കി നിലനിർത്തുന്ന ശരീരചലനങ്ങളാണ് വ്യായാമം എന്നുള്ളത്. ചാക്രിക പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ ആവർത്തിച്ച് പ്രവർത്തിക്കുന്നത്. നമ്മൾ കണ്ണടയ്ക്കും, അല്ലെ? അങ്ങനെ ആവർത്തിച്ച് കണ്ണടയ്ക്കും. നമ്മൾ ശ്വസിക്കും, അത് ആവർത്തിച്ച് ശ്വസിക്കും. അപ്പോ നമ്മള് ഈ ദിനരാത്രങ്ങൾ ഇപ്പൊ നമ്മൾ നടക്കുന്നത് നമ്മൾ ആവർത്തിച്ചാണ് കാലുകൾ വെച്ചുകൊണ്ട് നടക്കുക. അതാണ് ചാക്രിക പ്രവർത്തനം. ചക്രം പോലെ ആവർത്തിച്ച് ചെയ്യുന്നതാണ് ചാക്രിക പ്രവർത്തനം എന്ന് പറയുന്നത്. ചാക്രിക പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ധർമ്മങ്ങളെ, നമ്മുടെ ശരീരത്തിന്റെ ധർമ്മങ്ങളെ സജീവമാക്കി നിർത്തുക, എപ്പോഴും ലൈവാക്കി നിലനിർത്തുന്നതിനെയാണ് വ്യായാമം എന്ന് പറയുന്നത്. അപ്പോൾ ആവർത്തിച്ച് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ സാധനകൾ എന്ന് പറയുന്നത് ആവർത്തിച്ച് ചെയ്യുന്നതാണ്. അതുപോലെ ആവർത്തിച്ച് ചെയ്യുന്നതാണ് വ്യായാമം എന്ന് പറയുന്നത്. അപ്പോ ശരീരം സജീവമാകുന്നു എന്നുള്ളതാണ്. അപ്പോ ഇതിലുള്ള ഒരു പ്രധാന കാര്യം, വ്യായാമം ചെയ്യുന്ന സമയത്ത് ശ്വാസ ചംക്രമണമുണ്ടല്ലോ, ശ്വാസത്തിന്റെ ഒഴുക്കുണ്ടല്ലോ, ഈ ഒഴുക്ക് വളരെയധികം ഊർജിതപ്പെടും. സാധാരണ രീതിയിൽ ഒരു ജീവി ജീവിക്കുന്ന സമയത്ത് അതിന്റെ ശ്വാസം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും, അല്ലെ? ശ്വാസോച്ഛ്വാസം പ്രവർത്തിച്ചുകൊണ്ട്, എന്താണ് ശ്വസനം എന്ന് നമുക്കറിയാം. പുറത്തുള്ള പ്രപഞ്ച ഊർജത്തെ നമ്മുടെ അകത്തേക്ക് ആക്കുന്ന പ്രക്രിയയാണ്, അതിന്റെ പ്രപഞ്ച ചലനാത്മകതയെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന പ്രക്രിയയാണ് ശ്വസനം എന്ന് പറയുന്നത്. അപ്പോ ശ്വസനം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ത്വരിതപ്പെടുത്തുക വഴി ശരീരത്തിലേക്കുള്ള ഊർജ വിതരണം എന്നുള്ളത് വളരെ ശക്തമായിട്ട് നടക്കും. ശരീരത്തിലേക്കുള്ള എന്താ പറയുക, ഉപരിവ്യവസ്ഥയിൽ നിന്നുള്ള നമ്മുടെ വിനിമയം എന്നുള്ളത് വളരെ ശക്തമായിട്ട് നടക്കും. ശരീരത്തിലെ ഓക്സിജൻ സപ്ലൈ ഗംഭീരമായിട്ട് നടക്കും. എല്ലാ അവയവങ്ങൾക്കും വേണ്ടിയുമുള്ള ഈ ഊർജ വിതരണം വളരെ കൃത്യമായിട്ട് നടക്കും. യൂണിവേഴ്സൽ ഡൈനാമിസം എന്ന് പറയുന്നത് എന്താണ്? പ്രപഞ്ച സഞ്ചാലനം, പ്രപഞ്ചത്തെ മുഴുവൻ ചലിപ്പിക്കുന്ന ആ പരമമായ ബോധമുണ്ടല്ലോ, ആ ശുദ്ധമായ അവസ്ഥയുണ്ടല്ലോ, ആ പരമമായ ബോധം, ശുദ്ധമായ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രേരിപ്പിക്കപ്പെട്ട് നമ്മുടെ ശരീരം പ്രപഞ്ചം പോലെ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതാണ് ശ്വസനം എന്ന് പറയുന്നത്. അപ്പോ വ്യായാമം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഓക്സിജൻ വേണ്ടി വരുന്നതുകൊണ്ട് ശ്വസന പ്രക്രിയ വളരെയധികം കൂടും. ആ കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ശരീരത്തിലെ ഓക്സിജൻ സപ്ലൈ കൂടുന്നു, അതിനൊപ്പം തന്നെ പ്രാണൻ ആയാമം ചെയ്യുന്നത് കൂടുന്നു, ശരീരത്തിന്റെ ജീവൻ സ്വഭാവം കൂടുന്നു, ശരീരത്തിന്റെ ജീവൻ കൂടുന്നു എന്നുള്ളതാണ്. ഈ വ്യായാമം ചെയ്യുന്ന സമയത്ത് ഈ ബ്ലഡ് സപ്ലൈ എല്ലായിടത്തേക്കും കൃത്യമായിട്ട് എത്തിക്കാൻ വേണ്ടി രക്തചംക്രമണം അല്ലെങ്കിൽ വളരെ ശക്തമായ രീതിയിലേക്ക് കൊണ്ടുവരും ശരീരം. അങ്ങനെ ശരീരം കൊണ്ടുവരുന്ന സമയത്ത് ശരീരത്തിന്റെ മാലിന്യങ്ങളെല്ലാം വെളിയിലേക്ക് പോകുന്നത്. ഈ ശ്വസനത്തിനും അതേ സ്വഭാവം ഉണ്ട് കേട്ടോ. ശ്വാസോച്ഛ്വാസത്തിൽ കൂടെയാണ് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അളവിൽ ഏറ്റവും കൂടുതൽ
വേഗത്തിൽ ഈ ശരീര മാലിന്യങ്ങൾ വെളിയിലേക്ക് പോകുന്നു, ശരീരത്തിന്റെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യങ്ങൾ വെളിയിലേക്ക് പോകുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിലേക്ക് പോകുന്നത്, കാർബോണികമായിട്ടുള്ള മറ്റ് പല മാലിന്യങ്ങളും വെളിയിലേക്ക് പോകുന്നത് ശ്വാസം വഴിയാണ്. ശ്വാസത്തിലേക്ക്, ശ്വാസോച്ഛ്വാസത്തിലേക്ക് അല്ലെങ്കിൽ ശ്വസന കോശത്തിലേക്ക് ഈ സംഭവത്തെ എത്തിക്കുന്നത് രക്തചംക്രമണം വഴിയാണ്. അപ്പോൾ രക്ത ഓട്ടം കൂടുന്ന സമയത്ത് ശരീരത്തിനകത്ത് കെട്ടിക്കിടക്കുന്ന പലതിനെയും തള്ളിമാറ്റും, കൊഴുപ്പുകളെ തള്ളിമാറ്റും, മാലിന്യങ്ങളെ തള്ളിമാറ്റും, അങ്ങനെ രക്തക്കൊഴിലുകളെ ശുദ്ധീകരിക്കും. അതിനാണ് നമ്മൾ കാർഡിയോവാസ്കുലർ എക്സർസൈസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ വിധത്തിലുള്ള ഒരു ഒഴുക്ക് വളരെ ശക്തമാക്കുകയും ശരീരത്തിലെ എൻഡോക്രൈൻ സിസ്റ്റം, നമ്മുടെ ഗ്രന്ഥികളൊക്കെ ഉണ്ടാക്കുന്ന എൻഡോക്രൈൻ സിസ്റ്റത്തെ ക്രമീകരിക്കും, ദഹന വ്യൂഹത്തിന്റെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തും, മെറ്റാബോളിക് ആക്ടിവിറ്റി, ശരീരത്തിന്റെ ചയാപചയ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തും. ഇതുപോലെ ശരീരത്തിന്റെ ഓരോ ഘട്ടങ്ങളും എന്തെല്ലാം വ്യവസ്ഥകൾ ശരീരത്തിലുണ്ടോ ആ വ്യവസ്ഥകളെല്ലാം മെച്ചപ്പെടുത്താൻ ഈ ചാക്രിക പ്രവർത്തനത്തിന് കഴിയും. അതിനുമൊക്കെ അപ്പുറത്ത് അവിടെ ഉണ്ടാകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ശരീരത്തിൽ എല്ലായിടത്തും രക്ത സപ്ലൈ ഇല്ല, എല്ലായിടത്തും നെർവസ് സിസ്റ്റത്തിന്റെ സപ്ലൈ ഇല്ല, എല്ലായിടത്തും എല്ലാ സപ്ലൈകളും ഇല്ല. എന്നിട്ടും അതെല്ലാം തന്നെ സജീവമായി പ്രവർത്തിക്കുന്നത് വ്യായാമം ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ദ്രാവകങ്ങളുടെയും വാതകങ്ങളുടെയൊക്കെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടാണ്. വ്യായാമം ചെയ്യുന്ന സമയത്ത് ശരീരത്തേക്ക് ഇപ്പോ സന്ധികൾക്കിടയിൽ രക്തത്തിന്റെ സപ്ലൈ ഇല്ല. സന്ധികൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് അതിനകത്തുകൂടെയുള്ള ഈ ഒഴുക്കുകൾ, അതായത് അവിടെയുള്ള ഈ ലിക്വിഡുകളുടെ, ഫ്ലൂയിഡുകളുടെ ഒഴുക്ക് വർദ്ധിക്കും. ഈ ഒഴുക്ക് വർദ്ധിക്കുന്നത് വഴിയാണ് അതിനകത്തേക്കുള്ള സപ്ലൈസ് കൂടുന്നത്, അതിനകത്തേക്കുള്ള വിതരണം കൂടുന്നത്. രക്തം ഓട്ടമില്ലാത്ത ഇടത്തു പോലും ആ രക്തചംക്രമണം നടത്തുന്നത് ഈ ഒരു വ്യായാമം വഴിയാണ്. ഇതുപോലെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ശരിയായ വിധം സപ്ലൈസ് ഇല്ലാത്ത ഇടങ്ങളിൽ സപ്ലൈസ് കൊണ്ടുവരാൻ ഈ വ്യായാമം എന്നുള്ളത് കാരണമാകും. അതേപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ശരീരത്തിലെ വിവിധ അവയവങ്ങൾ തമ്മിലുള്ള കോർഡിനേഷൻ. ഇപ്പൊ നമ്മൾ നടക്കുന്ന സമയത്ത് ഇടത്തെക്കാലും വലത്തേക്കാലും 2 തരം ചലനങ്ങൾ ചെയ്തുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത്, അല്ലെ? അപ്പോൾ ഈ 2 തരം ചലനങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇടതും വലതും തമ്മിൽ പരസ്പരം ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഈ വീഴാതെ നടക്കുക എന്നുള്ളത്. ഈ ഏകോപനം തെറ്റുന്ന സമയത്ത് നമ്മൾ വീഴും. അപ്പോ ഈ ഒരു ഏകോപനം എന്നുള്ളത് ശരീരത്തിന്റെ വെവ്വേറെ അവയവങ്ങൾ, കൈ, കാല്, തല എന്ന് പറയുന്ന ടോട്ടൽ ആയിട്ടുള്ള അവയവങ്ങൾ, ഓരോ അവയവങ്ങളും തമ്മിലുള്ള ഏകോപനം എന്നുള്ളത് വർദ്ധിപ്പിക്കാൻ, അത് ക്രമീകരിക്കാൻ, അതിനെ സെറ്റ് ചെയ്തെടുക്കാൻ വ്യായാമം കാരണമാകും. അപ്പോൾ ജീവിതത്തിൽ വ്യായാമം എന്നുള്ളതിന് വല്ലാത്ത പ്രാധാന്യമുണ്ട്. അത് ശരീരത്തിന്റെ ചംക്രമണ സംവിധാനത്തെ മെച്ചപ്പെടുത്തും. നമുക്കൊരു സാധന എന്നുള്ള രീതിയിൽ നമ്മുടെ ജൈവ ഘടികാരത്തെ ക്രമീകരിക്കും. നമ്മുടെ ശരീരത്തിൽ സപ്ലൈസ് ഇല്ലാത്ത ഇടത്ത് സപ്ലൈസ് ചെയ്യും. നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളെ വെളിയിലേക്കാക്കും. ശരീരത്തിന് അതിന്റെ തനതായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള സ്വഭാവത്തെ വീണ്ടും 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 നിലനിർത്തി ശരീരത്തിന്റെ ജൈവതയെ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് വ്യായാമം. വ്യായാമത്തിനകത്ത് താളം കൂടെ ഉണ്ടെങ്കിൽ അതിന് പ്രത്യേക ഗുണങ്ങളുണ്ട്. അതിന് താളം എന്തെന്നറിയണം. താളത്തെക്കുറിച്ച് നമുക്ക് നാളെ പഠിക്കാം. അതുവരേക്കും ഈ ഒരു ശ്രദ്ധ, നിങ്ങളുടെ വ്യായാമം എത്രത്തോളം നിങ്ങളെ ത്വരിതപ്പെടുത്തുന്നു, ഗുണപ്പെടുത്തുന്നു, നിങ്ങളുടെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്നു, നിങ്ങൾ അതിന് എത്ര ശ്രദ്ധ കൊടുക്കുന്നു, നിങ്ങൾ എത്ര ആവർത്തിച്ച് ചെയ്യുന്നു എന്നുള്ള കാര്യം നിരീക്ഷിക്കുക. നാളെ ഇതിന്റെ തുടർന്നുള്ള സെഷനുകളിലേക്ക് കയറാം. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.